അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താലെ അള്ളാഹു പരിശുദ്ധമായ റമദാനിൽ നിർദ്ദേശിച്ച 2 ഇബാദത്ത് കർമ്മങ്ങൾ നിർവഹിച്ചിട്ടാണ് നമ്മളിവിടെ ഒരല്പസമയം ദീനിയായ മതപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്ന് നമ്മുടെ ചെറുതും വലുതുമായ അമലു സ്വാലിഹാത്തുകൾ സ്വീകരിച്ച് നമ്മുടെ സ്വർഗപ്രവേശനം അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഇവിടെ ഒരല്പസമയം ചർച്ച ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തത് അറിവിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചും അറിവില്ലായ്മയുടെ അപകടത്തെ സംബന്ധിച്ചുമാണ്. അപ്പൊ അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോ സ്ത്രീയും പുരുഷനും, ഓരോ കുട്ടിയും ഓരോ ചെറുപ്പക്കാരും വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അല്പം ചില ഹദീസുകൾ നമ്മൾ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല അത്യധികം സ്നേഹിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾ, വിശ്വാസികളായ ആളുകൾ അല്ലാഹുവിനെ ശക്തമായി കൂടുതലായി സ്നേഹിക്കേണ്ടവരാണ്, ഇഷ്ടപ്പെടേണ്ടവരാണ്. അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമാണോ എന്ന് തിരിച്ച് നമ്മൾ ചോദിച്ചാല് നമ്മള് ഒരു വൺ സൈഡാണ്. ഇപ്പോ നമുക്കെല്ലാം അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അള്ളാഹു കൽപ്പിച്ച ഇബാദത്ത് നിർവഹിക്കുന്നത്. അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമാണോ എന്ന് അറിയുന്നതിന് ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ കഴിയും. അതിലൊന്നാണ് ഇൽമുമായി ബന്ധപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാൾക്ക് ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാല് അള്ളാഹു അവന് ദീനിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അറിവ്, അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള ചുറ്റുപാടുകളെല്ലാം ദീനിനെ കുറിച്ചുള്ളൊരു അവഗാഹം അവർക്ക് നൽകും. അള്ളാഹ് ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ ദീനീയമായ കാര്യങ്ങൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങൾ നമുക്ക് നൽകും. അപ്പൊ ഈ ഹദീസ് വെച്ചുകൊണ്ട് ഇപ്പൊ അള്ളാഹ് നമുക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടോ? എന്താ അല്ലെ, നമ്മൾ സ്വയം വിലയിരുത്തണം. അതായത് അള്ളാഹ് ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ നമ്മൾ ഇൽമിന്റെ മജ്ലിസിൽ എത്തിപ്പെടും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താണ് ഇപ്പോ അള്ളാഹുവിന്റെ ഖൈറിലാണ്. അള്ളാഹു നിലനിർത്തരുമാറാകട്ടെ. നമ്മുടെ ശ്വാസം നിലക്കുന്നത് വരെ ഇൽമുമായി, ദീനുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ ആവരിച്ചത്. കാരണം ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും കൂടുതൽ വഹീ ഇറങ്ങിയത് റസൂലുള്ളാഹി മരിക്കുന്ന ദിവസത്തിലായിരുന്നു എന്നാണ്. റബീഉൽ അവ്വൽ 12 ആ തിങ്കളാഴ്ചയായിരുന്നു ഏറ്റവും കൂടുതൽ വഹീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ മരിക്കുന്നത് വരെ പ്രവാചകനെ ഇൽമു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നുമുണ്ട്. അപ്പൊ നമ്മള് ഇൽമിന്റെ മഹത്വം, അതായത് അള്ളാഹുവിന്റെ, എനിക്ക് അള്ളാഹ് ഖൈർ ഉദ്ദേശിച്ചിട്ട് ചിലർ പറയും, എനിക്ക് നിസ്കരിക്കാൻ സമയം കിട്ടുന്നില്ല, ക്ലാസ് എത്തിപ്പെടാൻ, ജുമയ്ക്ക് പോലും എനിക്ക് സമയത്ത് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നൊരാൾ പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളിൽ നിന്നും ഖൈർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്.
ഞാൻ ജുമയ്ക്ക് ഞാൻ ആ നിസ്കാരം നടന്നുള്ള എത്തിയത്, എനിക്ക് കുറെ 2-3 ജുമ കിട്ടിയിട്ടില്ല എന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ, അതുകൊണ്ടാണ് 3 ജുമ നിർബന്ധമായിട്ട് ഒരാൾ ഒഴിവാക്കിയാൽ അള്ളാഹു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുമെന്നാണ് ഹദീസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാല് ഇൽമിന്റെ മജ്‌ലിസിന് ആ ഒരു ഗൗരവവും പ്രാധാന്യം നമ്മൾ എന്ത് ചെയ്യണം. അപ്പൊ അതാണ് ഒന്നാമത്തെ വിഷയം. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ത്വാലിബൽ ഇൽമി യസ്തഗ്ഫിർ ലഹു കുല്ല ശൈ ഹത്തൽ ഹീതാൻ ഫിൽ ബഹർ. രണ്ടാമത്തെ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനം അന്വേഷിച്ചു വരുന്നവർ, ഇപ്പൊ നിങ്ങൾ നമ്മുടെ ഓഡിയൻസ് ഇവരൊക്കെ അറിവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ മജ്‌ലിസിൽ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ത്വാലിബുൽ ഇൽമാണ്. വിജ്ഞാനം നേടാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് യസ്തഗ്ഫിർ ലഹു കുല്ല ശൈ ഹത്തൽ ഹീതാൻ ഫിൽ ബഹർ. അല്ലാഹു അല്ലാത്ത മുഴുവൻ മഖ്ലൂക്കുകളും മുഴുവൻ സൃഷ്ടികളും നമുക്ക് വേണ്ടി, അതായത് വിജ്ഞാനം അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമെന്നാണ്. സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ വരെ, മാളത്തിലുള്ള ഉറുമ്പുകൾ വരെ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമെന്നാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഇരിക്കുന്ന ആളുകൾ വെറുതെ ഒരു ഇരുത്തല്ല, ഉറങ്ങുന്നില്ല എല്ലാവരും അല്ലെ. ഉറങ്ങിയാൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല, ഏതായാലും അല്ല ചിലപ്പോ ഒന്ന് മയങ്ങിയാലും കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ജുമയ്ക്കൊക്കെ വരുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ട്, ഉറക്കം വരികയാണെങ്കിൽ, ജുമയ്ക്ക് ഉറക്കം വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്ന ഹദീസ് തന്നെ ഉണ്ട്. മനുഷ്യന്മാരുടെ ജോലിയുടെ ഇടയിലായിരിക്കും വരിക, അല്ലെങ്കിൽ രാത്രി ചിലപ്പോൾ യാത്രയായിരിക്കും, പലതായിരിക്കും. അപ്പൊ ജുമയ്ക്ക് ഒരാൾക്ക് ഉറക്കം വന്നാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് മറ്റു ഭാഗത്തും, അയാൾ സ്വയം ആരും പറയുന്നു വേണ്ട, എഴുന്നേറ്റ് വേറെ ഭാഗത്തും ഇരിക്കുക എന്നുള്ളത്. ഇവിടെ എന്താ വെച്ചാൽ വരുമ്പോ തന്നെ എവിടെ ഇരുന്നാലാണ് ഉറക്കം വരിക എന്നുകൊണ്ടാണ് നമ്മൾ ആ സ്ഥലം, ഇമാമ് കാണാത്തൊരു സ്ഥലം അല്ലെങ്കിൽ ഖത്തീബ് കാണാത്തൊരു സ്ഥലം, ഒന്ന് ചാരി ഇരുന്ന് മയങ്ങിയാൽ അറിയാത്ത സ്ഥലം, അങ്ങനെ തന്നെ സെലക്ട് ചെയ്യാനല്ല, അതൊന്ന് മാറി ചിന്തിക്കാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി, വിജ്ഞാനം അന്വേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി സുബ്ഹാനല്ലാഹ് ഈ ദുനിയാവിലെ എല്ലാ ശക്തികളും, കോടാനുകോടി മലക്കുകൾ, മലക്കുകളുടെ എണ്ണം നമുക്കറിയില്ല, അല്ലാഹു അഅലം. ഓരോ ദിവസവും അല്ലാഹു മലക്കുകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഹദീസില്. ആകാശലോകത്തൊരു പള്ളിയുണ്ട്. എന്താ പേരെന്താ ആകാശലോകത്തൊരു പള്ളി? നമ്മള് ഇസ്രാ മിറാജിന് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ പറഞ്ഞല്ലോ, ബൈത്തുൽ മുഅ്മിൻ. അതൊക്കെ സീനിയറായ ആൾക്കാർ വേണം. ചെറുപ്പക്കാരൊക്കെ അല്ലെ, ചെറുപ്പക്കാരൻ സജീവാണല്ലേ, ബാറക്കല്ലാഹ്. അതാ പറഞ്ഞ സീനിയർ ആൾക്കാർ വേണമെന്ന് പറഞ്ഞു. ബൈത്തുൽ മഅ്മൂർ എന്നൊരു പള്ളിയുണ്ട് ആകാശലോകത്ത്. റസൂലുള്ളാഹി ഇസ്രാ മിറാജിന് പോയപ്പോ അതിലേക്ക് ഒരു ദിവസം, അത് സൃഷ്ടിച്ചത് മുതൽ 70,000 മലക്കുകൾ അതിനകത്ത് കയറുന്നുണ്ട്. 70,000 മലക്കുകൾ ഒരു ദിവസം. അത് എപ്പോഴാണോ സൃഷ്ടിച്ചത് മുതൽ, എന്ന് വെച്ചാൽ ഓരോ ദിവസവും 70,000 മലക്കുകൾ അതിലേക്ക് കയറുന്നത്. കയറിയ മലക്കുകൾ അതിൽ നിന്ന് പുറത്തു വരാറില്ല. അപ്പൊ ഇന്ന് കയറിയിട്ടുണ്ടാവും 70,000. ഇൻഷാ അല്ലാഹ് അത് അല്ലാഹ് നിശ്ചയിക്കുന്ന വരെ തുടരും. അപ്പൊ അത്രയും മലക്കുകളുടെ എണ്ണം നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞേ. കോടാനുകോടി മല, അതൊന്നും കുറവാണ്, അതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദം മാത്രം. അല്ലാഹു അഅലം. അത്രയും മലക്കുകൾ നമുക്ക് വേണ്ടി സുബ്ഹാനല്ലാഹ് നമ്മുടെ പേരെടുത്ത് പറഞ്ഞ് ഇന്ന ആൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. കാരണം മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഉത്തരം കിട്ടും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രണ്ടാമത്തെ മഹത്വമാണ്. ഇനി ഇതേപോലെ തന്നെ പിന്നെ നിങ്ങളാണ് ഇനി ദീനീയപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കും ഇതേ പ്രയോഗം കാണാൻ കഴിയും. ഇന്നല്ലാഹ വ മലായികതു യുസല്ലൂന, അതുപോലെ തന്നെ വഅഹ്ലുസ് സമാവാതി വൽ അർള് ഹത്ത അൻ-നംലതു ഫീ ജുഹരിഹാ വഹത്ത അൽ-ഹൂത് ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസ് ഖൈറ. ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ. ഇപ്പൊ ത്വാലിബുൽ ഇൽമിനെ കുറിച്ച്, നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ ദീനീയപരമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന ആളുകൾ, അതെങ്ങനെയും ആകാം. അതിന് സംവിധാനം കൂടുതലാണ്. പ്രസംഗിക്കുന്ന എന്നേക്കാളും കൂടുതൽ കൂലി കിട്ടാൻ ഇവിടെ ഈ ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇട്ടാൽ, ഒരു 10 ഗ്രൂപ്പിൽ ഇട്ടാൽ അതിനേക്കാളും നിങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും. അപ്പൊ നന്മ ഒരാൾക്ക് അറിയിച്ചു കൊടുത്താൽ ഈ അള്ളാഹു അവരെ അനുഗ്രഹിക്കുന്നു. ഒന്നാമത്തെ റിവാർഡായിട്ട് അള്ളാഹു അവരെ അനുഗ്രഹിക്കുന്നു. മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുഴുവൻ സൃഷ്ടികളും, അഹ്ലുസ് സമാവാതി വൽ അർള്, ആകാശ ലോകങ്ങളുടെ ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടികളും
അപ്പോ നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് അപ്പൊ ഇൽമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം മഹത്വം, അത്രമാത്രം പ്രാധാന്യം സഹോദരങ്ങളെ, സഹോദരിമാരെ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. മറ്റൊന്ന്, ഇത് പള്ളിയാണ്. അപ്പൊ നമ്മള് ചില കർമ്മങ്ങൾക്ക് ഒരേ കർമ്മം തന്നെ സ്ഥലങ്ങൾക്കനുസരിച്ച് കൂലി വ്യത്യാസം ഉണ്ടാവും. ഒരേ കാര്യമായിരിക്കും. ഇപ്പൊ രണ്ടായത്ത് നമ്മള് നമ്മുടെ ഷോപ്പിൽ വെച്ച് ഓതുന്നു, രണ്ടായത്ത് നമ്മുടെ വീട്ടിൽ വെച്ച് ഓതുന്നു. അതേ രണ്ടായത്ത് പള്ളിയിൽ വെച്ച് ഓതിയാൽ അതിന്റെ കൂലി, അതിന്റെ ഗ്രേഡ് അല്ലെങ്കിൽ അതിന്റെ റിവാർഡ് കൂടും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രണ്ടായത്ത് ഒരാൾ പള്ളിയിൽ വെച്ച് ഓതിയാൽ. സ്വഹാബികളുമായിട്ട് ബന്ധപ്പെട്ട സംസാരിക്കാൻ, സ്വഹാബികൾക്ക് ഒട്ടകം, നല്ല പൂജയുള്ള ഒട്ടകം എന്ന് പറഞ്ഞാൽ അവര് വലിയൊരു സമ്പത്താണ്. അപ്പൊ സ്വഹാബിയോട് ചോദിക്കും, നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പോയിട്ട് 2 ഒട്ടകം നിങ്ങൾക്ക് കിട്ടുന്നത്, അതും പൂഞ്ഞയുള്ള കൗമാനി എന്നൊരു പ്രയോഗം, പൂഞ്ഞുള്ള വലിയ ഒട്ടകം കിട്ടുന്നത് ഇഷ്ടമാണോ? ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ പള്ളിയിൽ വെച്ച് 2 ആയത്ത് നിങ്ങൾ പള്ളിയിൽ വെച്ച് പാരായണം ചെയ്ത, പള്ളിയിൽ 2 ആയത്ത് പാരായണം ചെയ്താൽ നിങ്ങൾക്ക് 2 ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ ഫെയറാണ്. 3 ആയത്താണെങ്കിൽ 3 ആയത്ത്. അപ്പൊ ഇങ്ങനെ റസൂൽ കുറെ എണ്ണീന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു, അതേ 2 ആയത്ത് കൂലി വ്യത്യാസം അതാണ്. പള്ളിക്ക് അതേപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിന്റെ മജ്‌ലിസിനെ കുറിച്ച് പറഞ്ഞ ഹദീസിൽ കാണാം, മൻ ഗദാ ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് ഒരാൾ വരുന്നു, ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമുഹു. 2 ഉദ്ദേശം. ഒന്നുകിൽ ഒരു അറിവ്. ഇപ്പൊ ഞാനിപ്പോ അവിടുന്ന് 10-60 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ടാ, അവിടെ പള്ളിയില്ലാതല്ലോ, ഇവിടെ ഒരാൾ നിശ്ചയം നമുക്കൊരു ക്ലാസ് വേണം, ഒരു ദീനിനെ കുറിച്ചൊരു അറിവ്, നമ്മളൊരു വിഷയം സെലക്ട് ചെയ്തിട്ട് ഞാൻ പഠിപ്പിക്കാൻ വന്ന ആളാണ്, ദീനി വരെ അറിവ് ഷെയർ ചെയ്യാൻ വന്ന ഒരാളാണ്. നിങ്ങൾ ഇവിടെ വേറെ പള്ളിയിലായിട്ടൊന്നുമല്ല. ചില ആളുകൾ മനഃപൂർവ്വം ഇപ്പോ ഈ തറാവീഹ് ഒക്കെ പറയുമ്പോൾ ചിന്തിക്കേണ്ടത് വെച്ചാല് പരമാവധി കൂടുതൽ നമസ്കരിക്കാതെ ഇപ്പൊ ആളുകൾ സെലക്ട് എവിടെയാണ് ഏറ്റവും കുറവ് തറാവീഹ് എന്നുള്ളതാണ്. അവർ ഒരു അരമണിക്കൂർ കൊണ്ട് കഴിയുന്ന തറാവീഹ് ഏതെങ്കിലും പള്ളി ഉണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് ഒരു ബാധ്യത, എന്തോരം കടന്നു നിൽക്കുന്നത് പോലെ, ഒരു ബാധ്യത പോലെ നിർവഹിച്ചു പോകാനാണ്. ശരിക്കും നമ്മള് തറാവീന്റെ ആ ലെവലിലേക്ക് എത്തിയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം പരിശോധിക്കുമ്പോ ഖിയാമിന്റെ ഏകദേശം അതേ സമയം റുക്കൂയിൽ ചെലവഴിക്കും. ചില ഹദീസിൽ 50 ആയത്താണ് സുജൂദിൽ. സുജൂദില് സുബ്ഹാന റബ്ബിയൽ അഅ്ല ഒരു ദുആ പോലും പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് എനിക്കിവിടെ. അതൊന്ന് മാറി ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, ദൂരത്ത് 50 ആയത്ത് ഓടേണ്ട സമയം ഒരു സുജൂദിൽ ചെലവഴിച്ചിരുന്നു. ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഖിയാം ഓതുന്നതിന്റെ ഏകദേശം അതേ സമയം റുക്കൂൽ ചെലവഴിക്കും. റുക്കൂറിന്റെ ഏകദേശം സമയം എഴുത്തുദാലിൽ ചെലവഴിക്കും. ഈ എഴുത്തുദാലിന്റെ എന്ന് വെച്ചാൽ അതിങ്ങനെ പോകും. ഒരു 10 ആയത്ത് ഓതിയാൽ ഒരു 8 ആയത്ത് 7 ആയത്ത് അങ്ങനെ പോയിട്ട് ഒരു കുറച്ചെങ്കിലും സുജൂദിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് തറാവീഹ് എന്ന് പറഞ്ഞാൽ. റെസ്റ്റ് എടുത്ത് നിസ്കരിക്കണം എന്നാണ് അതിന്റെ പേര്. ഇതിപ്പോ ഒരു മിനിറ്റ് പോലും റെസ്റ്റ് ഇല്ല. തറാവീഹ് എന്ന് പറയാനല്ല, മനസ്സിലാക്കാം. തറാവീഹ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ റെസ്റ്റ് ചെയ്യണം, കുറച്ച് ഫ്രീ, കുറച്ചൊന്ന് അത്. എന്നിട്ട് പിന്നെ നമ്മള് വേഗം തീർക്കാൻ വേണ്ടി ഒരു ബാധ്യത നമ്മൾ ആളുകളെ സൗകര്യത്തിന് വേണ്ടി സമയം ക്രമീകരിച്ചാണ്. ഏതാ ഞാൻ പറഞ്ഞത്, ഓരോന്നിന്റെയും കർമ്മങ്ങൾ അതിൻ്റെത്. അപ്പൊ നമുക്കൊരു ഉഷ് കിട്ടുള്ളൂ. നമ്മൾ എന്തിനാ വരുന്നത്? അതൊരു ചടങ്ങ് തീർക്കാൻ വേണ്ടിയല്ല. ഇതൊരു ഊർജ്ജമുണ്ട്, ഇതിന്റെ ഒരു ഈമാനിക വർദ്ധന. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് ഒരു 2 റക്അത്ത് നമസ്കരിക്കുമ്പോ അത് കഴിഞ്ഞു പോകുമ്പോൾ നമുക്കൊരു പവർ വരണം. ഇതെങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുഇലത്ത് ഖുറത്തു ഐനി, അല്ലെങ്കിൽ അരിഹിന സ്വലാത്ത്, എനിക്ക് റാഹത്ത് കിട്ടുന്നത് സ്വലാത്തിലാണ്, റസൂലുള്ളാഹിക്ക് സമാധാനം കിട്ടുന്ന നിസ്കാരത്തിലാണ്. ചിലർ നിസ്കാരം വിത്ർ കഴിഞ്ഞപ്പോ റാഹത്തായി, അവർക്ക് കഴിയുമ്പോഴാണ് റാഹത്തായത്. ഇത് നിസ്കാരം കഴിയുമ്പോഴാണ് ചിലർക്ക് റാഹത്തായത്. നബിക്ക് റാഹത്തായത് നിസ്കരിക്കുമ്പോഴാണ്. വ്യത്യാസം മനസ്സിലായ പ്രയോഗത്തിന്റെ അതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നിസ്കാരത്തിന് ഒരു പവർ ഉണ്ട്. ഒരു റീചാർജ് ചെയ്ത് നമ്മൾ മൊബൈലിൽ ഇങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ അതുപോലെയാണ്. നമുക്ക് ആ മൊബൈലിൽ കുറച്ച് കട്ടങ്ങൾ കൂടണം. അതുപോലെ നിസ്കാരം കഴിഞ്ഞ ഒരു 2-3 മണിക്കൂർ നമ്മൾ എന്താണ് സുബഹിസ്കരിച്ച ദുഹർ വരെ നിൽക്കണം. പിന്നെ ഡൗൺ ആകുമ്പോഴാണ് പിന്നീട് 4 റക്അത്ത്. അത് കുത്തി കഴിഞ്ഞാൽ അസർ വരെ നമുക്ക് പവറായി നിൽക്കണം. അതിനാണ് നിസ്കാരം, അതിനാണ്. അപ്പൊ നമ്മുടെ ഇബാദത്ത് എന്നുള്ളത് നമ്മൾ ആസ്വദിച്ച് നമ്മുടെ എനർജി, നമ്മുടെ ഇൽമ്, നമ്മുടെ ഈമാന്, നമ്മുടെ തഖ്വ ഇതെല്ലാം വർദ്ധിപ്പിക്കാൻ നമുക്ക് സഹായിക്കണം. അപ്പൊ ആ രീതിയിലായിട്ട് നമ്മൾ മാറും. ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് വെള്ളം വെച്ചിരുന്നത് പൊട്ടിച്ചെറിച്ചു കണക്കാക്കാൻ
അള്ളാഹു ഈ മനസ്സക്കാരൻ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഗദാ ഇൽ മസ്ജിദ ലാ യുരീദു അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമുഹു കാന ലഹു കഅജ്രി ഹാജിൻ താമ ഹജ്ജത. ഒരാൾ അറിവ് അന്വേഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഒരു അറിവ് പഠിപ്പിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നാല് ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ഹാജിയാരായിട്ട് നമ്മൾ പോകുന്നത്, ഒരു ഹാജിയാരായിട്ടാണ് നമ്മൾ ഇവിടെ പോകുന്നത്. ഒരു ഇൽമിന്റെ ഒരു പള്ളിയിൽ വെച്ച് ദീൻ പഠിപ്പിക്കുന്നതിന്റെ ഭാഗത്ത്. അതുകൊണ്ടാണ് പണ്ട് മാഷറ വിളിച്ചിട്ടാണ് ഇത് ഫുഖറാക്കളുടെ ഹജ്ജാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നതാണ് മാഷറക്ക്. എന്ന് വെച്ചാൽ ഒരു ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ പള്ളിയിൽ ഒരു ദീനിയനും ഒരു ജുമാ കഴിഞ്ഞ് പോയാൽ ഒരു ഹജ്ജിന്റെ കൂലിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നത്. അപ്പൊ നിസ്സാരല്ല. അപ്പൊ അതിന് ഗൗരവമുണ്ട്. നമുക്ക് ഒരു ഇൽമിന്റെ മജ്‌ലിസ് ഇൻഷാ അല്ലാഹ് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അതിനുവേണ്ടി നമ്മൾ അധ്വാനം, അതിനുവേണ്ടി അവർക്ക് റിസ്ക് എടുത്ത് നമ്മൾ നിർവഹിക്കുന്നത്. അവന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ അവസരങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത് മഹബ്ബത്തി, അള്ളാഹ് പറഞ്ഞു എന്ന് എനിക്ക് പറയാണ്, അള്ളാഹുവിന്റെ സ്നേഹം നിർബന്ധമായി ലഭിക്കും. നമുക്കൊക്കെ അള്ളാഹുവിന്റെ സ്നേഹം നിർബന്ധമായി ലഭിക്കണമെന്ന് ആഗ്രഹം. എന്നാ റസൂൽ പറഞ്ഞു, അള്ളാഹ് പറഞ്ഞു നിർബന്ധമായി ലഭിക്കും. ലിൽ മുത്തജാലിസീന ഫി, അള്ളാഹ്ക്ക് വേണ്ടി ഇരിക്കുക. ഇപ്പൊ എന്തിനാ നിങ്ങൾ ഇരിക്കുന്നു വെച്ചാൽ ഒന്നുമില്ല, ദീനപരമായ അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇസ്ലാമിക ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമിക സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് അള്ളാഹുവിന്റെ സ്നേഹം നിർബന്ധമായും നമുക്ക് ലഭിക്കുന്ന, കോടാനുകോടികളുടെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന, മുഴുവൻ സൃഷ്ടികൾക്കും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സന്ദർഭവും ഒരു സാഹചര്യവുമാണ്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ, പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ വൈകിയകളിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. വളരെ ചുരുങ്ങിയ സമയമാണ്. ഇത് പഠിക്കാതെ പോയാൽ എന്താ പ്രശ്നം? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമേറിയ ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ കുറച്ചൊന്ന് ചിന്തിക്കണം. വളരെ ഗൗരവമാണ്. എന്റെ ഹദീസ് അറിയോ? റുബ്ബ സ്വാഹിം ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്, റുബ്ബ ഖായിം ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. ഇതാണ് ഹദീസ്. വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. ഇത് പഠിച്ചിട്ട് വേണം നിങ്ങൾ നോമ്പെടുക്കാൻ. ഈ ഹദീസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ രാത്രി നിസ്കരിക്കാൻ. റസൂൽ പറയാണ്, എത്ര നോമ്പുകാർ, എത്രയോ നോമ്പുകാർ, കുറെ നോമ്പുകാർ. റമദാനായി കഴിഞ്ഞാൽ ഒരുപാട് നോമ്പുകാരുണ്ടാവും. ശരിയാണ്, എല്ലാവരും നോമ്പെടുക്കുന്നു. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും യുവാക്കളും യുവതികളും എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട്. റസൂൽ പറയാ, വിശപ്പും പട്ടിണിയും സഹിച്ചു എന്നല്ലാതെ ആ നോമ്പിൽ നിന്ന് ഒരു പ്രതിഫലവും ലഭിക്കാത്ത കുറെ നോമ്പുകാർ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ 10-13 മണിക്കൂർ നമ്മൾ പട്ടിണി കിടന്നിട്ട് പരലോകത്തൊട്ട് നിങ്ങൾക്ക് കൂലിയില്ല എന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല എന്ന് പറഞ്ഞാൽ, അതിലും വേദം ഭക്ഷണം കഴിച്ചിട്ട് പോണാണ്. ഇവിടെ ദുനിയാവിൽ നമുക്ക് നഷ്ടം, പരലോകത്തും നഷ്ടം. അതുണ്ടാകരുത്. എത്ര നിസ്കരിക്കുന്ന ആളുകൾ. ഞാൻ മൂന്നാമത്തെ സഫായി, 2 4 സഫറായി. റുബ്ബക്കായി എത്ര ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. ഉറക്കമൊഴിക്കലല്ലാതെ മറ്റൊരു പ്രതിഫലം ലഭിക്കാത്ത ആളുകൾ എന്ന് വെച്ചാൽ അവർ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ 1 മണിക്കൂറിന്റെ അതാണ് ഉറക്കം പോയില്ലല്ലാതെ കൂലി കിട്ടാതെയാണ് പലരും പള്ളിയിൽ തിരിച്ചു പോകുന്നത് എന്നാണ്. പലരും നിസ്കാരം അവസാനം അവർക്ക് പ്രതിഫലമല്ല, അവർ ഉറക്കം പോയി 1 മണിക്കൂർ, ഉറക്കവും കിട്ടിയില്ല, പ്രതിഫലം കിട്ടാത്ത ഒരുപാട്. ഇത് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഗൗരവമുണ്ട്. അപ്പൊ അതിന്റേതായ എന്താണ്, നമസ്കാരത്തിന് അടുക്കും ചിട്ടയൊക്കെ ഉണ്ട്. ഒരു അടുക്കും ചിട്ടയും അതിനൊരു ഒരു രീതിയും രൂപവും എല്ലാം ഉണ്ട് നമസ്കാരത്തിന്. നമ്മൾ നോക്കുമ്പോ ചില ആളുകൾ പാന്റ് ഞെരിയാണിക്ക് താഴെയാണ്. ഞെരിയാണിക്ക് താഴൊക്കെ പാന്റ് പോയാൽ നിസ്കാരം സ്വീകരിക്കുന്ന ആരെങ്കിലും പറഞ്ഞു അങ്ങനെ ഉണ്ടാവും. നമുക്ക് പഠിപ്പിച്ചു ഞങ്ങൾ എന്ത് ചെയ്യാം, പ്രസംഗിക്കാം. കുറെ ആളുകൾക്ക് അങ്ങനെ ഞെരിയാണിക്ക് താഴെ ഇടാൻ വേണ്ടി പറയാം. ഒരു കൂസലും ഇല്ലാതെ അവർക്കൊരു ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള മാനസികാവസ്ഥ പോലും ഇല്ല. ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ട് നിസ്കരിക്കുക. ഇതാണ് റുബ്ബക്ക്. എന്തിനാണ് ഈ നമസ്കാരം? ആ നമസ്കാരം അപ്പൊ നോക്കുക എന്നില്ല. മറ്റൊന്ന്, എന്താണ് ചൊല്ലുന്നവർക്ക് അറിയുന്നില്ല. അവർ നമസ്കരിക്കാനൊന്നും എന്താണ്. ഞാനിപ്പോ നിസ്കാരം എന്ന് പറഞ്ഞാൽ മുനാജിൻ റബ്ബിനോടുള്ള ഒരു രഹസ്യ സംഭാഷണം. സംസാരിക്കണം അല്ലാരോട്.
നമ്മൾ പറയുന്നതിന് അള്ളാഹ് ഉത്തരം പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് അല്ല നമ്മുടെ ഫേസ് ടു ഫേസ് ആണ്, നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അല്ല പറയും ഹമിദനി അബ്ദി. അല്ല ഈ പറയുന്നതിന്റെ മറുപടി അല്ല പറയണം, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. റഹ്മാൻ റഹീം അല്ല പറയും അസ്ന അലയ്യ അബ്ദി. കേട്ടോ, ഇത് പറയുമ്പോ മലക്കളോട് പറയുന്നത് എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ മജ്ജദനി അബ്ദി വസഫ്ഫല അലയ്യ അംരി. റസൂൽ പറയാണ് എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, എന്നിൽ അവൻ പരമേൽപ്പിച്ചിരിക്കുന്നു. പിന്നെ ഓരോന്നും പറയുമ്പോഴും അതിന് ഓരോന്നിനും ഓരോ മറുപടിയാണ്. എന്നുവെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംസാരങ്ങൾ കേട്ട് നമ്മൾ പറയുന്നതിന് ഇജാബത്തിന് മറുപടി പറയുകയാണ്, അതിന് ഉത്തരം നൽകുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുർആൻ ആയത്തിറങ്ങിയത്, ഒരാൾക്ക് എന്താണ് പറയുന്നത് എന്ന് നിസ്കാരത്തിൽ അയാൾക്ക് മനസ്സിലാണ്. അതൊക്കറിയണം, ഞാൻ എന്താണ് അല്ലാഹുവിനോട് പറയുന്നത്, എന്ത് ദുആയാണ് ചെയ്യുന്നത് എന്ന് ഓരോരുത്തരും അറിയണം. ഇത് വെറുതെ നമ്മൾ പോകലല്ല, നമ്മൾക്ക് എങ്ങനെയെങ്കിലും ചടങ്ങ് ഒരു 10-11 റക്അത്ത് എങ്ങനെ തീർക്കലല്ല, അത് അതിൻ്റെതായ രീതിയും രൂപവും കൈഫിയത്തും എല്ലാം നോക്കുമ്പോൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് അറിവുകൾ, വിജ്ഞാനങ്ങൾ പരമാവധി നമ്മൾ കളക്ട് ചെയ്യാം. അതെങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ വായിക്കൂട്ടാം. ഒരു സംഭവം ഞാൻ പറയാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇരിക്കുന്ന സദസ്സിലേക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംസാരിക്കുകയാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു സഹാബികളൊക്കെ ഉണ്ട്. ഒരാൾ മയ്യത്ത് കൊണ്ടുവന്ന് ആ മയ്യത്ത് നമസ്കരിച്ചാൽ ആ മയ്യത്ത് കൂടെ പോയി പള്ളിയിലാണ് സാധാരണ മസ്ജിദ് നബവിയിലാണ് നിസ്കരിക്കുക. അപ്പൊ കൂടെ പോകുന്നു, വീട്ടിൽ നിന്ന് എടുത്തിട്ട് മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോകുന്നു, അതിന് ജമാഅത്ത് നിസ്കരിച്ചാൽ ഒരു ഖീറാത്ത് പ്രതിഫലം എന്ന് വെച്ചാൽ ഒരു ഉഹദ് മലയോളം പ്രതിഫലം. അതിന് ബാക്കി പറഞ്ഞു, ഈ മയ്യത്ത് കൊണ്ട് മയ്യത്ത് മറമാടുന്നത് വരെ ഒരാൾ അതിന്റെ ജനാസയെ പിന്തുടർന്നാൽ അതിക്ക് 2 ഖീറാത്ത് കിട്ടുന്നു. ഈ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അറിയില്ല. രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിക്കണേ, രണ്ടാമത്തെ ഭാഗം ആരും കേട്ടിട്ടില്ല. അപ്പൊ അബൂ ഹുറൈറ സംസാരിക്കുകയാണ്. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നബിയിൽ നിന്ന്? ഇത് നിങ്ങൾ പോയിട്ട് നേരെ ആയിഷ റളിയല്ലാഹു ചോദിക്കണം, പോയിട്ട് ചോദിച്ചിട്ട് വരും, ഇത് ശരിയാണോ നബി പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ഡേവിഡ് ആയിഷ റളിയല്ലാഹു ഉണ്ട്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു പോയി ആയിഷ റളിയല്ലാഹു ചോദിച്ച് റസൂൽ പറഞ്ഞത് സത്യമാണ്, റസൂൽ സംസാരിച്ചിട്ടുള്ള വിഷയം എന്ന് ഉറപ്പുവരുത്തി അത് ഇവരോട് വന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു ഉമർലാന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞപ്പോ ഈ ഹദീസ് ഇതുവരെ അദ്ദേഹം കേട്ടിട്ടില്ല, അപ്പോഴാണ് കേൾക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഹദീസിൽ കാണാൻ കഴിയും, ലഖദ് ഫറത്നാ ഫീ ഖറാരീറ കസീറ. നമുക്ക് ഒരുപാട് ഖീറാത്തുകൾ മിസ്സായി പോയി. എന്നുവെച്ചാൽ ഈ ഹദീസ് അറിയാത്തതുകൊണ്ട് ഇദ്ദേഹം വെച്ചാൽ അതുവരെ നമസ്കരിക്കും, പള്ളിയിൽ നിസ്കാരങ്ങളിൽ പോകലാണ്. എന്നോട് പോലല്ല, മയ്യത്ത് മറമാടാൻ പോകലില്ല. അതായത് ഇതിന് ഗൗരവം അറിയില്ല. അപ്പൊ നമുക്ക് ഈ വിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് മിസ്സായി പോയല്ലോ ഖീറാത്ത്, ഒരുപാട് ഉഹദുകളുടെ കൂലി പോയല്ലോ എന്നാണ്. അപ്പൊ ഇതിന്റെ ഹദീസ് പഠിപ്പിക്കുന്നത് അറിയോ, ചില വിജ്ഞാനങ്ങൾ നമുക്ക് അറിയാതെ പോയാൽ, ചില വിജ്ഞാനങ്ങൾ നമുക്ക് ലഭിക്കാതെ പോയാൽ നമുക്ക് കിട്ടുന്ന വലിയ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. അതാണ് നഷ്ടം. ദീനപരമായ അറിവുകൾ നേടാതെ പോയാൽ ഒരുപാട് നഷ്ടമാണ്. നിങ്ങൾക്ക് ചെറിയൊരു സുന്നത്ത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കൈകൊടുക്കും, പരസ്പരം കൈവിടണ്ട, ഒന്ന് അടുത്തുള്ളവരോടെ ഒന്ന് കൈകൊടുക്കും. ബഷീറിനോട് ഇവിടെ ബഷീറിനോട് കൊടുക്കും, ഇവിടെ എടുത്തിട്ടോ ഒന്ന് കൈകൊടുക്കും. ഞാൻ ജസ്റ്റ് ഒരു ഹദീസ് കൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന് കൊടുത്തു തൽക്കാലം അടുത്തുള്ള റസീലെ ഒന്ന് നീങ്ങി ഇവിടെ അങ്ങനെ വലതേ കൊടുത്താൽ മതി. ഞാൻ ഒരു ഹദീസ് മാത്രം കൈവിട്ടോളി. എല്ലാവരും കൈ കിട്ടിയല്ലോ അല്ലെ? ഇവിടെ വലത് കൈട്ടോ. ഓക്കെ മോനെ നീ ഇവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും, അവിടെ വെറുതെ ഇരിക്കുന്നത് കേട്ടോ. ഒന്ന് കൊടുക്കും. ഞാൻ ഹദീസ് പറഞ്ഞിട്ട് നിങ്ങൾ കൈ എടുത്തോളി. കൈ എടുക്കണേ, സ്ത്രീകളൊന്ന് കൈ കൊടുക്കുക പരസ്പരം അടുത്തുള്ളവരോട്. ഏകദേശം എല്ലാവരും കൈ കിട്ടിയല്ലോ അല്ലെ? ഒരു ഹദീസ് വന്നു വിട്ടോളൂ. മാമി മുസ്ലിമൈ യൽതഖിയാൻ ഫയതസാഫഹാൻ ഇല്ല അഫ്സലഹുമാ ഖബല യഫ്തരിക. ഇതാണ് ഹദീസ്. കൈവിടണ്ട, ഞാൻ പറഞ്ഞ ശേഷം വിട്ടോളൂ. 2 മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടി. അവർ മുസാഫിനാണ്, മുസാഫ എന്ന് പറയാം. ഇതിനാണ് അറബിയിൽ കൈ കൊടുക്കും മുസാഫ. അവർ മുസാഫത്ത് ചെയ്ത് അവർ പിരിഞ്ഞു പോകുന്നതിന് കൈവിട്ട് അവർ 2 പേരും പിരിഞ്ഞു പോകുമ്പോഴേക്കും എനിക്ക് 42 വയസ്സായി, 41 കഴിഞ്ഞു. ഈ 41 വയസ്സ് വരെയുള്ള എന്റെ പാപങ്ങൾ, ചെറിയ ചെറിയ പാപങ്ങൾ അല്ലാഹു പുറത്തു വരും. നിങ്ങളുടെ വയസ്സൊന്ന് കണക്കായിക്കോളി.
അത്രയും വയസ്സ് വരെ നിങ്ങൾ ചെയ്ത ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, വീഴ്ചകൾ ഈ ഒരു കർമ്മത്തിലൂടെ അള്ളാഹു പുറത്തു തരും. നീ കൈവിട്ടോടെ. ഇതിന് വല്ല അധ്വാനം ഉണ്ടാവും. അപ്പൊ കൊടുത്തതിന് വല്ല നാളെ ജിമ്മിന് പോകണോ? ഒന്ന് കൈ കൊടുക്കാൻ, ഒന്ന് ഒരു പുഷപ്പൊക്കെ എടുക്കണോ? വേണ്ട. ഇത് കൊടുക്കാൻ ഒരു ഇൽമു മതി. അപ്പോ മൂസ കർമ്മ വീട്ടിൽ പോയാല് ആർക്കും ആദ്യം കൈ കൊടുക്കാൻ? നീ വീട്ടിലാണ് വീട്ടിൽ ആരുണ്ട്? വീട്ടിൽ ഭാര്യ ഉണ്ടാവും, ക്ലാസ് ഒന്നുണ്ടാവും ഇല്ല. അപ്പൊ കൊടുത്ത പുഷ്പ അല്ല, ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഞാൻ പറയട്ടെ. പക്ഷേ വീട്ടിൽ പോയാലേ അവരുടെ പാവം പൊറുക്കട്ടെ, ഭാര്യയുടെ പാവം പൊറുക്കട്ടെ. വേണ്ടേ? വേണം. അസ്സലാമു അലൈക്കും എന്നിട്ട് കൈ കൊടുത്താല് ഈ ഹദീസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. അല്ല, അതാ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു. ചില ക്ലാസ്സുകൾ അറിയോ, നല്ലൊരു മനുഷ്യരായിരുന്നു, ഇന്നലെ വരെ ഒരു കുഴപ്പമില്ല. ഇന്നത്തെ ക്ലാസ്സുകളിൽ ഒരു കുഴപ്പമില്ല, ഇന്നത്തെ ക്ലാസ് എന്തോ പ്രശ്നമുണ്ട്. ഏതായാലും അത് മാറണം. ഞാൻ പല അത് മാറണം. അതാണ് നമ്മള് വീട്ടിൽ തുടങ്ങിയാൽ എന്താ അറിയോ, ഒരു മാറ്റം. നമ്മൾ ഈ കഥ ഞാൻ നേരത്തെ പറഞ്ഞേ, നമ്മളൊരു ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അതിനൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കാണണം. അപ്പൊ ഈ ചെറിയ നന്മയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞത് നമ്മുടെ എല്ലാ ചെറിയ പാപങ്ങളും പൊക്കപ്പെടുന്നതാണ്. ചെറിയ കർമ്മമാണ്. അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അള്ളാഹു പാപങ്ങൾ കൊടുക്കുന്നവനാണ്, അള്ളാഹു തെറ്റു മാപ്പാക്കി തരുന്നവനാണ്. അത് ചെറിയൊരു, ഇതിപ്പോ വലിയ പുസ്തകമില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ മക്കൾക്ക് കൊടുക്കണം, നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നു, നമ്മുടെ പള്ളിയിൽ നമ്മുടെ പരിചയക്കാർക്ക് വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ സലാം, ചെറിയൊരു. അപ്പൊ നമ്മുടെ വീട്ടിൽ ഭാര്യയ്ക്ക് കൊടുക്കണ്ടേ? ഇനി നമ്മൾ ഇന്ന് പോകുമ്പോ ഭാര്യമാരുണ്ടെങ്കിൽ കുഴപ്പമില്ല, ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ അവരും കേട്ടുന്ന കുഴപ്പമില്ല. പോകുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞോലെ നല്ലൊരു മനുഷ്യരായിരുന്നു, ആയി കഴിഞ്ഞപ്പോ എന്തോ ഒരു മാറ്റം ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് മാറ്റം ഉണ്ടാവണം. പാപ്പാക്ക് കൊടുക്കുക, പാപ്പ മക്കൾക്ക് കൊടുക്കുക, സുഹൃത്തുക്കള്. ഇതൊരു അപ്പൊ ഇതൊരു ഇൽമാണ്, ചെറിയൊരു ഇൽമിലൂടെ നേടിയെടുക്കുന്നത്. അതാണ്. അപ്പൊ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് നഷ്ടമാകുന്നു എന്നാണ്. ഇപ്പൊ നോക്കാം, ഇപ്പൊ നമ്മുടെ പള്ളിയില് തറാവി കഴിഞ്ഞു, ഇശാ നമസ്കാരത്തോടുകൂടി തറാവി നമസ്കാരം കഴിഞ്ഞു. ഈ പള്ളിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടിയ ഒരു മനുഷ്യനുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടിയ ഈ പള്ളിയിൽ ഇപ്പോ ലൈവില് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ച ഒരാളാണ്. ആരാ പറയട്ടെ? പള്ളിയിൽ പോയി മാമൂങ്ങൾക്ക് അമ്മ നിന്നു, സംസ്കാരം കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ച ഒരാള് മുഅദ്ദിനാണ്. ആരാണ്? മുഅദ്ദിനാണ്. കാരണം റസൂൽ പറഞ്ഞു, ഒരാൾ ബാങ്ക് കൊടുത്താല് ആ ബാങ്ക് കേട്ട് ആ പള്ളിയിൽ ആരെല്ലാം വന്നുവോ അവരുടെ നമസ്കാരത്തിന്റെ മുഴുവൻ പ്രതിഫലവും ബാങ്ക് കൊടുത്ത ആൾക്ക് കിട്ടും. മനസ്സിലായോ? ചെറിയൊരു രണ്ട് മിനിറ്റിന്റെ സംഭവമാണ്. ഇപ്പൊ ബാങ്ക് കൊടുക്കാൻ പൂതിയായി ആർക്കെങ്കിലും ഒരിക്കൽ കൊടുക്കണം തോന്നിയോ? കേട്ടിട്ട് തോന്നിയോ? നിങ്ങൾ ജുമയ്ക്ക് കൊടുക്കും. ഒരു ജുമയ്ക്ക് ഒരാൾ ഈ ആഴ്ച ഞാൻ കൊടുക്കാന്ന് പറയും ബാങ്ക്. ആ ജുമയ്ക്ക് ഒരു 10-100 ആൾക്കാരുണ്ടാവും അല്ലേ? ഒരു 10-100 ആളുകൾ പങ്കെടുക്കുകയാണെങ്കിൽ ആ പങ്കെടുത്ത ആളുകളുടെ കൂലി മുഴുവൻ റസീലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഉഷാറാകാം. ഒരു ബാങ്ക് കൊടുക്കാൻ നമ്മൾ ചെറുപ്പക്കാർ വലിയ ലീവ് കഴിക്കില്ലേ? ഞാൻ മൂന്നോട് പറയാം, ഞാൻ ഒന്ന് കൊടുക്കട്ടെ ഈ വെള്ളിയാഴ്ച എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ഒരു മരുന്ന് ഞാൻ കൊടുക്കട്ടെ എന്ന് പറയാം. ജീവിതത്തിൽ ബാങ്ക് കൊടുക്കാത്തവരുണ്ടോ എപ്പോഴെങ്കിലൊക്കെ? പക്ഷെ നമുക്ക് ഇടയ്ക്ക് കൊടുക്കണം. അത് പഠിക്കുന്നത് സിമ്പിളാണ്, നമുക്ക് അറിയാത്തതല്ല. അത് ഒന്ന് അതിന് കൂലിയാണ്. അതിന് നമ്മൾ ചില നന്മകൾ ചെയ്യണം. ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഇതുപോലെ കിട്ടുന്ന അവസരങ്ങൾ വേറില്ല. റമളാനിലൊക്കെ ഒരുപാട് പുണ്യങ്ങൾ വാരിക്കൂട്ട അനേക അവസരം ഉണ്ട് നമുക്ക്. അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. അതിനാണ് അവരുടെ ക്ലാസ്സുകൾ. അപ്പൊ ബാങ്കൊക്കെ ഒന്ന് ഞാൻ കൊടുത്തോട്ടെ എന്ന് പറയണം. നമ്മുടെ കുട്ടികൾ ആ രംഗത്തേക്ക് വളർന്നു വരണം. അത് ബാങ്ക് നേരത്തെ പറഞ്ഞത് ബാങ്കിന്റെ പ്രതിഫലമായിട്ടാണ്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ ഇൽമിന്റെ മഹത്വമാണ്. ആ ഇൽമ് നമുക്ക് കിട്ടിയാൽ നമ്മൾ ചെയ്യാതെ തന്നെ ഒരുപാട് അമലുകൾ നമുക്ക് നേടാം. നല്ല സ്വാഭിക്കും, നല്ല സത്യസന്ധമായ നീയത്ത്. റസൂൽ പറഞ്ഞ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഹദീസ് അറിയോ? ഒരാള് അദ്ദേഹത്തിന് അല്ലാഹു സമ്പത്തും ഇൽമും നൽകിയ ഒരാൾ. അവർക്ക് ധാരാളം സമ്പത്തുണ്ട്, ദീനീപരമായ അറിവുമുണ്ട്. അപ്പൊ അദ്ദേഹം എന്താ വെച്ചാല് ഇൽമും സമ്പത്തൊക്കെ ഉള്ളത് കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ സമ്പത്ത് സ്വതക്കയും സക്കാത്തൊക്കെ നൽകി കുടുംബം ചേർന്ന് നല്ലവനായി ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാനം പരലോകത്ത് ഉന്നതമായ അത്യുന്നതമായ സ്ഥലത്താണ്. നമ്മൾ വിശദീകരിക്കുന്നത് രണ്ടാമത്തെ ആളെ കുറിച്ചാണ്. അയാൾക്ക് സമ്പത്തില്ല, പക്ഷെ ഇൽമുണ്ട്. എന്തില്ല? സമ്പത്തില്ല, ഇൽമുണ്ട്. അപ്പൊ ഇദ്ദേഹം
ഈ സ്വതക്ക ചെയ്യുന്ന, സക്കാത്ത് കൊടുക്കുന്ന, കുടുംബബന്ധം ചേർക്കുന്ന, അമലുസ്വാലിഹാത്തുകൾ ചെയ്യുന്ന ഇയാളെ നോക്കി പറയാണ്. ആ പറഞ്ഞ വാചകം ഇതാണ്: ലൗ അന്നലി മാലൻ, അല്ലാഹു എനിക്ക് സമ്പത്ത് നൽകിയിരുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞ ആള് ചെയ്തതുപോലെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പൊ എനിക്ക് മൂസൊക്കെ ഉമ്രയ്ക്ക് പോയിട്ട് വന്നു. അപ്പൊ എനിക്ക് തോന്നി, പഠിച്ചോനെ എനിക്കും കുറച്ച് പൈസൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉമ്രയ്ക്ക് പോകാം. ഞാൻ പോയിട്ട് വന്നിട്ട് റമദാനിൽ ഉമ്രയ്ക്ക് പോയാൽ പ്രത്യേക കൂലിയാണല്ലോ. റമദാനിൽ ഒരുപാട് ആളുകൾ ഉമ്രയ്ക്ക് പോയിട്ടുണ്ട്, ഹജ്ജിന്റെ കൂലിയാണ്. പക്ഷെ പോകാൻ പറ്റാത്തത് ചിലപ്പോ ആരോഗ്യ പ്രശ്നമായിരിക്കാം, സമ്പത്തില്ലാത്ത പ്രശ്നമായിരിക്കാം. അപ്പൊ ഒരാൾ പ്രാർത്ഥിക്കണം, റബ്ബേ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഒരു ഉമ്രയ്ക്ക് പോകണം റമദാനില്. അപ്പൊ നമ്മൾ അല്ലാതെ പ്രാർത്ഥിക്കണം, എനിക്കൊരു അവസരം അല്ലെങ്കിൽ കിട്ടിയ എനിക്ക് പൈസ ഉണ്ടെങ്കിൽ ഞാനൊരു ഉമ്രയ്ക്ക് പോകും റമദാനിൽ എന്ന് പറഞ്ഞാൽ അതിന് കൂലി കിട്ടിയത്. പക്ഷെ അങ്ങനെ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ വിഷയം എന്ത് വേണം? ഇൽമു വേണം. ആ വിഷയത്തെ കുറിച്ച് അറിഞ്ഞാലല്ലേ എങ്ങനെ ഞാൻ സംസാരിച്ചാൽ കൂലി കിട്ടും. അതായത് നമ്മളൊന്ന് പറഞ്ഞാൽ എനിക്കൊരു ഉമ്രയ്ക്ക് എനിക്ക് കുടുംബസമേതം ഹജ്ജ് ചെയ്യാൻ പോകണം. ഒരാൾക്ക് ഇയാളെ സാമ്പത്തിക അവസ്ഥ പരിശോധിക്കണ്ട. എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനും എന്റെ കുടുംബവും ഞാൻ ഹജ്ജിന് പോയിരിക്കും എന്നൊരാൾ പറഞ്ഞാൽ അയാൾക്ക് ചെയ്യാതെയാണ് മരിച്ചതെങ്കിലും അള്ളാഹു അയാളുടെ കർമ്മരെങ്കിലും ഹജ്ജ് ചെയ്തതായി രേഖപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ ചില ആളുകളുടെ സംസാരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴേ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ചില ആളുകൾ ചോദിക്കുന്നതല്ല. അവര് പറയാ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയിട്ട് എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ നേരത്തെ ഈ ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഹജ്ജ് എനിക്ക് പറ്റില്ല എന്ന് അയാളെ തീരുമാനിച്ചു. അത് നമ്മുടെ കയ്യിലല്ല. നമ്മൾ പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥന നമുക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുമെന്നാണ്. അപ്പൊ ഈ ഇൽമില്ലാതെ ഈ ഇൽമ് നഷ്ടപ്പെട്ടത് കൊണ്ട് ഒരുപാട് പുണ്യം, ഒരുപാട് പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടാം. അപ്പൊ സഹോദരങ്ങളെ, നമുക്കെല്ലാം നല്ല നിയ്യത്തും നല്ല സംസാരങ്ങളും നല്ല പ്രവർത്തനങ്ങളും വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയും. അതെല്ലാം ഈ അറിവിന്റെ മഹത്വം, അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് അപകടങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അമലുസ്വാലിഹാത്തുകൾ നഷ്ടമാകുന്നു. നമ്മൾ അറിയാതെ മതവിധി കൊടുക്കുന്നു. നമ്മൾ ആരോട് സംസാരിക്കുമ്പോൾ ദീനിനെ കുറിച്ച് അറിയാത്ത വിഷയങ്ങൾ സംസാരിക്കുന്നത് ഇങ്ങനെ ഗൗരവമാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമാണ്. ഇപ്പൊ വിശ്വാസ കാലഘട്ടത്തില് ഒരു സംഭവം ഞാൻ ചുരുക്കി പറയാം. ഒരു യാത്ര കഴിഞ്ഞ് സഹാബികൾ വരിക. അപ്പോ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് സഹാബികളിൽ ഒരാൾക്ക് കല്ലുകൊണ്ട് ഏറി ലഭിച്ചിട്ട് തലയിൽ വലിയ മാരകമായ മുറിവായി, എന്ന് വെച്ചാൽ വലിയ ഇഞ്ചുറി. അപ്പൊ അന്ന് രാത്രി അവർക്ക് അറസ്റ്റ് ചെയ്തു. രാവിലെ സുബഹിക്കായപ്പോൾ ഇദ്ദേഹത്തിന് ഈ മുറിവേറ്റ ആൾക്ക് സ്വപ്നസ്കരണം ഉണ്ടാകുകയും കുളിക്കാൻ നിർബന്ധിതനായി, കുളിക്കാൻ വാജിബായി. കൂടെയുള്ള സഹാബികളോട് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ തലയിൽ മുറിയായിട്ടുണ്ട്, അപ്പൊ തൈമും ചെയ്യാൻ പറ്റുമോ, കുളി ഒഴിവാക്കിയിട്ട്? അപ്പൊ സഹാബി എന്ന് പറഞ്ഞു, അത് പറ്റൂല, നിങ്ങൾ കുളിക്കല്ലോ പറഞ്ഞു. അങ്ങനെ ആ സഹാബി കുളിച്ചു, സുബഹി നമസ്കരിച്ചു. സുബഹി നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം മരണപ്പെട്ടു. അതായത് വെള്ളം മുറിയിൽ തലയിൽ കയറുകയും അത് കാരണമായിട്ട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ പിന്നെ യാത്ര കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സഹാബികളെത്തി. സഹാബികൾ യാത്രയിൽ ഈ നടന്ന മരണത്തെ കുറിച്ച് സംസാരിച്ചു. റസൂൽ ചൂടായി, ദേഷ്യപ്പെട്ടു. റസൂൽ പറഞ്ഞ വാചകം നിങ്ങൾ അദ്ദേഹത്തെ കൊന്നു എന്നാ പറഞ്ഞു. എന്താ പറയുക? നിങ്ങൾ അദ്ദേഹത്തെ കൊന്നു. നിങ്ങൾക്ക് അലാ സഅലു ഇതിലം യഅലമു, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചോദിക്കണം. അദ്ദേഹം നിങ്ങളുടെ ഫത്വ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയണം. അല്ലെങ്കിൽ അറിയുന്നത് ചോദിച്ചിട്ട് പറയാന്ന് പറയണം. അറിവില്ലാത്തവന്റെ ഔഷധമാണ് ചോദ്യം. അറിവില്ലാത്തവൻ അറിവിനോട് ചോദിക്കണം, എന്നിട്ട് പഠിക്കണം. ആവശ്യത്തെ കുറിച്ച് നിങ്ങൾ ചെയ്ത് വലിയ തെറ്റാണ് എന്നോട് ശക്തമായി ശകാരിച്ചു. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, ഒരു തുണി കെട്ടിയിട്ട് ബാക്കിയുള്ള ഭാഗം നിങ്ങൾ കഴുകി ആ അതിൽ തടവിയാൽ മതി, ടൈം ചെയ്താൽ മതിയായിരുന്നു, പറഞ്ഞുകൂടായിരുന്നോ എന്ന് റസൂൽ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി നിങ്ങൾ. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു അറിവില്ലായ്മ കൊണ്ട് ഒരു സ്വഹാബി മരണപ്പെട്ടു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട്, പലതും ഉണ്ടാവും. അപ്പൊ ചിലർക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ ഒരു വീട്ടിൽ പോയപ്പോ സംഭവമൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്നതാണ്. അപ്പോ അവന്റെ ഒരു കുട്ടി, നമ്മുടെ സുഹൃത്താണ്, അവന്റെ ഭാര്യ പ്രസവിച്ചു, അക്കീക്കത്ത് കൊടുക്കുക. അപ്പൊ അക്കീക്കത്ത് നടത്തിട്ടുണ്ട്, എല്ലാ നമ്മുടെ വീടുകളിലൊക്കെ എത്തി. അപ്പൊ അവനാകട്ടെ ഇറച്ചി വാങ്ങാൻ വേണ്ടി ഇറച്ചിക്കറി വാങ്ങിക്കുകയാണ്. ഞാൻ ചോദിച്ചു, അല്ല അതിന്റെ വീട്ടിലല്ലേ അക്കീക്കത്ത് നടത്തത്? അപ്പൊ എന്റെ നീയത്ത് കടയിലൊന്നും നിൽക്കുന്ന വെച്ചപ്പോ അക്കീക്കത്ത് അറക്കാമെന്ന് ആളും പറഞ്ഞു, അക്കീക്കത്ത് വീട്ടുകാരും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ മൂപ്പര് ഫത്വ അറക്കുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്തു? അറക്കുന്ന കൂട്ടത്തിൽ ഫത്വ അറക്കുന്ന വീട്ടുകാർ അക്കീക്കത്ത് വീട്ടുകാരും ഉപയോഗിക്കാൻ പാടില്ല, വീട്ടുകാർ പുറത്തുനിന്ന് വാങ്ങണമെന്ന്. മൂപ്പരൊക്കെ സ്വതക്കെ ചെയ്തിട്ട് കടയിൽ പോയി വാങ്ങാൻ നിൽക്കുകയാണ്.
ഹഖീഖത്ത് ഉളുഹിയ്യത്തിന്റെ വിധിയാണ്. ഉളുഹിയ്യത്ത് നമ്മൾ കുറച്ച് കഴിക്കും, ബാക്കിയുള്ള വിതരണം ചെയ്യും. അതേപോലെ തന്നെ ഹഖീഖത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ചില ആളുകൾ എന്ന് വെച്ചാല് അവരിങ്ങനെ അവർ പറഞ്ഞു പറയാം, മതവിധിക്ക് പറയുമ്പോൾ ദീനീയപരമായി ശക്തിയായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ അറിയുകയാണെങ്കിൽ പോലും അതിനേക്കാൾ അറിവുള്ള ആളെ അന്വേഷിച്ച് പറയാം, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞു തരാം, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതാണ്, ചില ആളുകൾ അറിവില്ലാതെ കൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ, വീഴ്ചകൾ ചില ആളുകളെ വഴിപെടുപ്പിക്കാൻ വരെ കാരണമാകുന്നു. അതുകൊണ്ട് ഗൗരവമാണ് സഹോദരങ്ങളെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പൊതുവെ രാത്രിയാണ്, കുറെ സമയം നമുക്ക് രാവിലെ മുതൽ പോകുമ്പോൾ ജോലിയും മറ്റു കാര്യങ്ങളും അതിന്റെ തറായി നമസ്കാരവും പിന്നെ അതെല്ലാം അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കൂടുതൽ ഈമാനും തഖ്വയും പ്രധാനം. ഒരു ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ക്ലാസ്സിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഹദീസ് റസൂൽ പറഞ്ഞു, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്, നമ്മൾ അന്ന് ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ് ഈ ഇരുത്തം, ഈ ഇൽമിന്റെ മധ്യസ്ഥം. അന്ന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. ഇതിന് അല്ലാഹു റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ തആല യുബ്ഗിദു കുല്ല ആലിമിൻ ഫിദ്ദുനിയ ജാഹിലു ബിൽ ആഖിറ. അല്ലാഹുവിന് ചില ആളുകളോട് ദേഷ്യമുണ്ട്, അല്ലാഹു കോപമാണ് ചില ആളുകളോട്. ആരോടാണ് അല്ലാഹു കോപം? കുല്ല ആലിമിൻ ഫിദ്ദുനിയ, ദുനിയാവിൽ എല്ലാ വിഷയവും അറിയും. അയാളോട് ദുനിയാവിൽ നടക്കുന്ന ഏത് വിഷയം ചോദിച്ചാലും അതിന് A to Z പറഞ്ഞു. എന്ത് ചോദിച്ചാലും, ഒരു ഷോപ്പിനെ കുറിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു കച്ചവടത്തെ കുറിച്ച് ചോദിച്ചാൽ, ഒരു സംഭവത്തെ കുറിച്ച് ചോദിച്ചാൽ, നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് എന്ത് ചോദിച്ചാലും അതിന് A to Z പറയും. പക്ഷേ ജാഹിലുബിൽ ദീനീയപരമായി പരലോകത്തെ ഒരു വിഷയം ചോദിച്ചാൽ, സിറാത്ത് അറിയോ ചോദിച്ചാൽ, സിറാത്ത് എവിടെയോ കേട്ടിട്ടുണ്ട്, തലചൊറിയും, നെറ്റി ചുടുക്കും. ഖബറിന് ശിക്ഷയെ കുറിച്ച് എന്തിയാണ് എനിക്കറിയില്ല. ഞാൻ ഡീപ്പായിട്ട് പഠിച്ചു, പണ്ട് മദ്രസയിൽ പഠിച്ചാൽ ഊറുമല്ല, ജാഹിലാണ്. പരലോകത്തെ കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങൾ പരലോകത്തുണ്ട്, എന്തൊക്കെ സംഭവം ഉണ്ട് എന്ന് കാര്യങ്ങൾ പറഞ്ഞു പണ്ട് കേട്ടിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, ഇന്ന് പരലോകത്തെ കുറിച്ച് 4-5 കുത്തുമ്പോ നടത്തിയ കമ്മിറ്റിക്കാരനെ പറയും, ഓരോ ഒന്ന് മാറ്റി പിടിക്കുകയും ചില കമ്മിറ്റിക്കാർക്കും വേണ്ട പരലോകം. പിന്നെ ആരെ നടത്തുക? ഒരു പരലോക വിഷയം, ഒരു ഖബറിനെ കുറിച്ച്, ഒരു ഖബർ ശിക്ഷകളെ കുറിച്ച്, പരലോകത്തിന്റെ ബയാനകളെ കുറിച്ച് ഒരു 10 കുത്തുമ്പോ നടത്തിയാലും പോരാ. നടത്തിയാൽ പറയും ഒരു ആള് കുറയുന്നുണ്ടോ, പരലോകം വേണം, പുതിയ ഏതെങ്കിലും ന്യൂജൻ വിഷയങ്ങൾ സംസാരിക്കുന്ന പറയാം. അത് കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു, ഞാൻ അമീർക്കാരുടെ പ്രത്യേകം പ്രാർത്ഥിക്കാൻ കാരണം അറിയോ, നിങ്ങൾക്ക് കിട്ടിയ വിജ്ഞാനം കുട്ടികൾക്ക് എല്ലാ സംവിധാനം ഉണ്ടായിട്ട് അവർക്ക് മനസ്സിലാക്കില്ല. കാരണം നമുക്ക് കിട്ടിയ പോലെ പരലോകത്തെ കുറിച്ചോ ഖബറിനെ കുറിച്ചോ മനുഷ്യനെ കുറിച്ച് അറിയുന്നില്ല കുട്ടികൾ. നമ്മുടെ കുട്ടികളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പഠിക്കണം, അങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കണം, അങ്ങനത്തെ വിഷയം അതിന്റെ ടോപ്പിക്കുകൾ എടുക്കണം, അവരത് ചെറുപ്പം മുതൽ പഠിപ്പിക്കണം. അപ്പൊ ഇവിടെ അല്ലാഹുവിന് കോപമാണ്. സഹോദരങ്ങളെ സഹോദരിമാരെ ശ്രദ്ധിക്കുക, അവര് ദുനിയാവിലെ എല്ലാ വിഷയങ്ങളെ കുറിച്ച് അറിയാം. സ്ത്രീകൾക്ക് അറിയാം. ചോദിക്കാം, ഒരു മന്തി എങ്ങനെ വെക്കുക ചോദിച്ചാൽ അവരതിന്റെ ആദ്യം ഇങ്ങനെ ചെയ്യണം. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി കൊടുത്ത് തൽബീലത്തുള്ളൊരു ഫുഡുണ്ട്. തൽബീലത്ത് ഹദീസുള്ളതാണ്. ഒരു മരിച്ച വീട്ടുകാർക്ക് ആരെങ്കിലും വീട്ടിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കുണ്ടെങ്കിൽ അവർക്ക് സഹാബ വനിതകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫുഡാണ് തൽബീലത്ത്. തൽബീലത്ത് ചോദിച്ചാൽ അതിന്റെ റെസിപ്പി എനിക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു ഉണ്ടോ എന്ന് ചോദിക്കും. ഹദീസിലുണ്ട് തൽബീലത്ത്. ഇപ്പൊ നെറ്റിലടിച്ചാൽ, യൂട്യൂബിൽ അടിച്ചാൽ തൽബീലത്തിന്റെ എല്ലാം വരും. ഞാൻ പറഞ്ഞത് വിഷയങ്ങൾ സംസാരിച്ചാൽ അവർക്ക് അറിയുന്നില്ല, ഭൗതിക വിഷയങ്ങൾ സംസാരിച്ചാൽ A to Z അവർക്ക് അറിയാം. അപ്പൊ നമുക്ക് ഏതിനോടാണ് താല്പര്യം? അതാണ് അത്തരക്കാർക്ക് അള്ളാഹു അവരെ കോപിക്കും, അള്ളാഹുവിന്റെ ദേഷ്യമാണ് അവരാണ്. അപ്പൊ അത് മാറണം. ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ ഒരുമിച്ച് കൂടുതൽ ദീനീയപരമായ അറിവുകൾ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പോരായ്മകൾ അള്ളാഹു നികത്തുമാറാകട്ടെ. ദീനിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും പകർത്താനും ജീവിതത്തിൽ നിലനിർത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.